गुरवे नमः। त्रे चैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशाक्तेयम्। हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुस्फुटे देवी प्रणमामि हरिप्रिये। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिन् इति नामिने। नमोऽचार्यपादाय अन्यताय कृपाप्रदायिने गौरकथाधामदाय नगरग्रामकारिणे। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद मूकं करोति वाचालं भंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। नीलाचलनिवासाय नित्याय परमात्मने श्रीबलभद्र सुभद्राभ्यां जगन्नाथाय ते नमः। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। हरे कृष्ण। നമ്മള് 8ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഇതേവരെ യോഗമിശ്ര ഭക്തിയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇനി ശുദ്ധ ഭക്തിയെ കുറിച്ചിട്ടാണ് ഭഗവാൻ ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അനന്യചേതാഃ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യാഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. അപ്പൊ അനന്യചേതസ, അനന്യഭക്തി എന്ന് പറഞ്ഞാല് 1 പോയിന്റഡ് അറ്റൻഷൻ, ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രം, വേറെ ഒന്നിലേക്കും ഒരു ഭക്തന്റെ ശ്രദ്ധ പോവില്ല. അതിനെയാണ് അനന്യ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് 1 പോയിന്റഡ് അറ്റൻഷൻ, ഒരു യോഗത്തിന്റെയും കലർപ്പില്ലാത്ത ശുദ്ധ ഭക്തി ഭഗവാനിൽ മാത്രം. അതാണ് ഈ ശ്ലോകം കൊണ്ട് ഭഗവാന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, അല്ലയോ പാർത്ഥ, നിരന്തരമായ ഭക്തിയുടെ സേവനം മൂലം സ്ഥിരചിത്തതയോടെ എന്നെ എപ്പോഴും സ്മരിക്കുന്ന യോഗനിഷ്ഠനെ ഞാൻ സുപ്രാപ്യനാണ്. അതായത് ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ, ഭക്തിയോഗത്തിൽ വന്നാൽ മാത്രം പോരാ, ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ ഭഗവാനെ നമുക്ക് പ്രാപ്യമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ആരാണോ ഭക്തിയോഗത്തിൽ ഉറച്ചു നിന്ന് ഭക്തിയുടെ സേവനത്തിൽ കൂടി ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ പ്രാപ്യനാണ് എന്ന് ഭഗവാൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഭഗവത്ഗീതയിൽ നമ്മൾ കണ്ടു 4 തരത്തിലുള്ള ആൾക്കാരാണ് ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ. ആർത്തോ, അർത്ഥാർത്ഥോ, ജിജ്ഞാസു, ജ്ഞാനി. ഇല്ല, ഇങ്ങനെ 4 കൂട്ടര്. ഈ 4 കൂട്ടരും ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഈ ഭക്തിമാർഗത്തിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. പക്ഷെ ഭഗവാനെ കിട്ടില്ല. ഭഗവാനെ കിട്ടണമെങ്കിൽ നിഷ്കാമ മാർഗത്തിൽ കൂടി നമ്മളെ മുന്നോട്ട് പോയെങ്കിലേ പറ്റുള്ളൂ. യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും നമ്മളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഭഗവാനെ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാല് ഭഗവാൻ നമുക്ക് പിടിതരില്ല. അപ്പം ശുദ്ധമായിട്ടുള്ള ഭക്തിയോഗത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അതിന് കർമ്മയോഗമോ ജ്ഞാനയോഗമോ നമ്മൾ മനസ്സിലാക്കിയ പോലെ അഷ്ടാംഗയോഗമോ ഒന്നുകൊണ്ടും നമുക്ക് ഭഗവാനെ നേടാൻ സാധിക്കില്ല. ഇതൊക്കെ
ഈ യോഗങ്ങളൊക്കെ പരിശീലിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമേ അതുകൊണ്ട് ഗുണം കിട്ടുകയുള്ളൂ. അല്ലാതെ വേറൊരു ഗുണവും നമുക്ക് ഇതുകൊണ്ട് നേടാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഒന്നിന്റെയും കലർപ്പില്ലാത്ത ശുദ്ധ ഭക്തിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാൻ പ്രാപ്യനാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥ ഭക്തിയോഗം എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മയോഗത്തിൽ കൂടി മുന്നോട്ട് പോയിട്ട് അനന്യ ഭക്തി, അതായത് 1 pointed അറ്റൻഷൻ, ഭഗവാനെ മാത്രം, വേറെ യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെ ഭഗവാനെ സേവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. അതാണ് അനന്യ ചേത എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്വർഗലോകവാസമോ ബ്രഹ്മജ്യോതിസുമായിട്ടുള്ള ഏകീഭാവമോ മറ്റ് ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള വിമുക്തിയോ ഒന്നും ശുദ്ധഭക്തൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. അതായത് ഭുക്തിയോ മുക്തിയോ സിദ്ധിയോ ആഗ്രഹിക്കുന്നവർ ധാരാളം ഉണ്ട്. അവരൊക്കെയാണ് ഈ പറഞ്ഞ മാർഗങ്ങളിൽ കൂടി മുന്നോട്ട് പോകുന്നത്. പക്ഷെ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, കൃഷ്ണഭക്തൻ നിഷ്കാമ ഏവ സകലീയ ശാന്ത. അതായത് കൃഷ്ണഭക്തർ എപ്പോഴും സമാധാന പ്രിയരായിരിക്കും, ശാന്തരായിരിക്കും, നിഷ്കാമരായിരിക്കും. അവർക്ക് ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ യോഗ പരിശീലിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഇല്ലേ? ശരീരത്തിന്റെ 9 വാതിലുകളും അടച്ചിട്ട് ആ മനസ്സിനെ എവിടെ കൊണ്ടുവരണം? ഹൃദയത്തിൽ കൊണ്ടുവരണം. എന്നിട്ട് പ്രാണനെ നമ്മുടെ പുരികത്തിന്റെ നടുവിൽ നിർത്തിയിട്ട് ആത്മാവിനെ ചിന്തിച്ചുകൊണ്ട് ഓം എന്ന് ഉച്ചരിച്ചുകൊണ്ട് പ്രാണനെ മൂർധാവിൽ കൂടി പുറത്തേക്ക് വിടണം. ഇതൊക്കെ പറയുന്ന മാതിരി അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിന് ജന്മങ്ങൾ എടുക്കും. പക്ഷെ നമുക്ക് അടുത്ത ജന്മം മനുഷ്യനായി തീരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. അപ്പൊ അതില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഈ യോഗവും മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ട് നമ്മളുടെ സമയം പാഴാക്കുന്നതിന് പകരം നമ്മൾ ഭക്തിയോഗത്തിൽ കൂടി, ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ജന്മം കൊണ്ട് തന്നെ നമുക്ക് ആ ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. കാരണം മറ്റേത് വഴിയിൽ കൂടി പോയാലും ഉപാസനാമൂർത്തി എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് കൊണ്ട് ബ്രഹ്മജ്യോതിയിൽ ലയിക്കാം എന്നുള്ളതല്ലാണ്ട് അതും ആ ഓരോ നിമിഷം കഴിയും തോറും നമ്മളുടെ പുണ്യം കുറഞ്ഞു വരും. പിന്നെയും ഈ ഭൗതിക ലോകത്തിലേക്ക് തന്നെ വരേണ്ടി വരും. അപ്പൊ പൂർണ്ണമായിട്ടുള്ള മോക്ഷം ലഭിക്കാൻ ഒരു മാർഗവും നമ്മളെ സഹായിക്കില്ല. അപ്പൊ ആരാണോ അനന്യ ചിന്തയോടെ, അതായത് വേറൊന്നിലേക്കും ശ്രദ്ധയില്ലാതെ ഭഗവാനെ മാത്രം ഉപാസിക്കുന്നത്, ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നത്, അങ്ങനെയുള്ളവർക്ക് ഈ ജന്മം തന്നെ എന്നെ പ്രാപിക്കാൻ സാധിക്കുമെന്ന് ഭഗവാൻ ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അന്തിമ ലക്ഷ്യം കൈവരിക്കാന് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. നമ്മൾ 7-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടതാണ് മാമേവാൻ ഉത്തമാം ഗതി എന്നൊരു വാക്ക് അവിടെ പ്രയോഗിക്കുന്നുണ്ട്. അവിടെയും ഭഗവാൻ എന്താണ് പറഞ്ഞത്? ഭഗവാന്റെ ഭക്തന്മാരെല്ലാം തന്നെ മഹാത്മാക്കളാണ്. പക്ഷെ ഏത് യോഗത്തിൽ കൂടി മുന്നോട്ട് പോയാലും അവരെ എല്ലാം മഹാത്മാക്കൾ എന്ന് നമുക്ക് പറയാം. പക്ഷേ ആരാണോ എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായിട്ട് ഞാൻ കരുതുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് തന്നെയുമല്ല, അങ്ങനെയുള്ളവർ, അതായത് എന്റെ ഭക്തന്മാര് എന്റെ ദിവ്യ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായിട്ടും എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഭഗവാന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ നാരദനോട് പറയുന്നുണ്ട്, നാഹം തിഷ്ടാമി വൈകുണ്ഠ, ഞാൻ എന്നെ വൈകുണ്ഠത്തിലൊന്നും കാണാൻ സാധിക്കില്ല. എത്ര ഗായന്തി മദ്ഭക്തോ, എന്നെ ആരാണോ സ്തുതിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഞാൻ ഉണ്ടാവുമെന്ന് നാരദരോട് പറയുന്നുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ ശ്ലോകം. അതുപോലെ ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തന്മാർ എന്റെ ഹൃദയത്തില് സദാ വാഴുന്നു. ഞാൻ എപ്പോഴും ഭക്തന്മാരുടെ ഹൃദയങ്ങളിലും. അവർക്ക് എന്നെക്കാട്ടിലുപരി വേറെ യാതൊന്നും അവർക്ക് അറിയില്ല. അതുപോലെ തന്നെ എനിക്കും എന്റെ ഭക്തന്മാരെ മറക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആന്തരമായ ഒരു ഗാഠബന്ധമാണ് എനിക്കും എന്റെ ഭക്തന്മാർക്കും തമ്മില്. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധ ഭക്തന്മാര് സമ്പൂർണ്ണ ജ്ഞാനത്തോടെ എന്നോട് ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തന്മൂലം അവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്ന് ഈ 18-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാന് സാധിക്കും. ഇവിടെയും ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. അനന്യ ചേതാഹ, മറ്റൊരു ചിന്തയും ഇല്ലാതെ 1 pointed അറ്റൻഷനായിട്ട് ഭഗവാനെ ആരാധിക്കൂ.
ഭഗവാന് സേവനം ചെയ്യൂ എന്നാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്. ഒരു ശുദ്ധ ഭക്തൻ എപ്പോഴും എന്താ ആഗ്രഹിക്കുന്നത്? ഭഗവാന്റെ സന്തോഷം മാത്രമാണ് ആ ഭക്തന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വേറെ യാതൊന്നും ഒരു ഭക്തന് ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ആണ് ഭഗവാനിൽ ഉറച്ച ഭക്തിയുള്ളവർക്ക് ആ ഭഗവാൻ സുപ്രാപ്യനാണ് എന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. നമുക്കറിയാം ഭഗവാന് പലതരത്തിലുള്ള വിസ്തരണങ്ങളുണ്ട്, ധാരാളം അവതാരങ്ങളുണ്ട്, ഇല്ലേ? നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു രൂപം, ഇന്ന രൂപം എന്നില്ല, അവനവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തില് ഭഗവാനെ ആരാധിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അത് ചോയ്സ് നമുക്കാണ്. നമുക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തെയും നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ മറ്റ് ഏതുള്ള യോഗ പരിശീലനം നമ്മൾ അതിലേക്ക് പോയാലും നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. പക്ഷെ നമ്മൾ ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് 9ാം അധ്യായത്തിൽ പറയുന്നത്, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയമെന്ന്. ഭക്തിയുടെ സേവന മാർഗം എന്ന് പറയുന്നത് പരിശീലിക്കാൻ വളരെ എളുപ്പമുള്ളതാണ്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആർക്കും ഇത് എവിടെ വെച്ചും ഏത് സമയത്തും പരിശീലിക്കാം. തിരുനാമം ജപിക്കുക, ഭഗവാന് സേവനം ചെയ്യുക, ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പൊ പറയുന്നുണ്ട് ഭഗവാന് 10ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം, അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഭഗവാൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. തേഷാം സതത ഇത്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. അങ്ങനെയുള്ളവർക്ക് ഞാൻ അവരുടെ ഹൃദയത്തിലിരുന്ന് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സവിശേഷ ബുദ്ധി കൊടുക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഒരു ഭക്തന് ആധ്യാത്മിക ലോകത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ കഴിവുണ്ടാകത്തക്ക വിധം ബുദ്ധി വൈഭവം കൊടുക്കുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. പിന്നെന്താണ് നമുക്ക് പരിശീലിക്കാൻ ഇത്ര വിഷമം? ഇല്ല, ഒരു വിഷമവും ഇല്ല കൃഷ്ണാവബോധം പരിശീലിക്കാനായിട്ട്. അപ്പൊ ഏത് സമയം ഒരു നിമിഷം പോലും ഭഗവത് സ്മരണ കൂടാതെ നമ്മൾ ഇരിക്കാൻ പാടില്ല. ഇതാണ് ഒരു ശുദ്ധഭക്തന്റെ ഗുണമെന്ന് പറയുന്നത്. എപ്പോഴും 2 ഭക്തന്മാര് കണ്ടുമുട്ടിയാൽ എന്താ ചെയ്യുക? അവർക്ക് സംസാരിക്കാൻ നാട്ടുവർത്തമാനങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് സംസാരിക്കാനേ ഉണ്ടാവുകയുള്ളൂ. 10ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, മത്സിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ചമാം നിത്യം തുഷ്യന്തീച്ച രമന്തിച്ച. എന്റെ ഭക്തന്മാര് കണ്ടുമുട്ടിയാൽ അവർക്ക് എന്നെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ ഉള്ളൂ എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം ഒരു പരിശുദ്ധ ഭക്തൻ, ഇവിടെ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഒരു പരിശുദ്ധ ഭക്തൻ എവിടെ ജീവിച്ചാലും തന്റെ ഭക്തിപൂർവകമായ സേവനം കൊണ്ട് ആ സ്ഥലത്ത് വൃന്ദാവനത്തിലെ അന്തരീക്ഷം ഉണ്ടാക്കാം. ഇതിന് ഒരു കഥയുണ്ട്. ചൈതന്യ ചരിതാമൃതത്തില് ശ്രീ ചൈതന്യ മഹാപ്രഭു സന്യാസ ദീക്ഷ എടുത്തു. കട്ടുവയിൽ വെച്ചിട്ട് സന്യാസ ദീക്ഷ എടുത്തതിന് ശേഷം മഹാപ്രഭുവിന് വൃന്ദാവനത്തിൽ പോകണം. അതിന് ഒരേ പിടിവാശിയാണ്. പക്ഷെ കൂടെ ഉള്ളവരാരും പോകാന് സമ്മതിക്കില്ല. അവര് പറയുന്നു, കുറച്ചു നാളുകൾ ഞങ്ങളോടൊപ്പം കഴിഞ്ഞിട്ട് പോയാൽ മതി വൃന്ദാവനത്തിലേക്ക്. അപ്പൊ ആരും സമ്മതിക്കുന്നില്ല. മഹാപ്രഭു ഉറച്ച ആ വാശിയിൽ നിൽക്കുകയാണ്, ഞാൻ വൃന്ദാവനത്തിൽ പോകും എന്ന്. അപ്പൊ നിത്യാനന്ദ പ്രഭു എന്ത് ചെയ്യും? നിത്യാനന്ദ പ്രഭു മുൻകൂട്ടി തലേ ദിവസം അവിടെ ഉള്ളവരോടെല്ലാം പറയും, നാളെ സന്യാസി വേഷം ധരിച്ച ഒരാൾ ഇവിടെ വന്ന് വൃന്ദാവനത്തിലേക്ക് വഴി ചോദിച്ചാല് അവിടെ പശുക്കളെ മേയ്ക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, അവരോടെല്ലാം പറഞ്ഞു വെക്കും, വഴി പറഞ്ഞു കൊടുക്കരുത്, നിങ്ങള് ശാന്തിപൂരിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിച്ച് അതാണ് വൃന്ദാവനത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു കൊടുക്കണം, വഴി തെറ്റിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറയും. എല്ലാവരെയും ചട്ടം കെട്ടും. അപ്പൊ അടുത്ത ദിവസം മഹാപ്രഭു ഇവരുടെ വാക്കുകളെയൊക്കെ ധിക്കരിച്ച് വൃന്ദാവനത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വരും. മുന്നില് മഹാപ്രഭു നടക്കും, ഇവര് നിത്യാനന്ദ പ്രഭു ഉൾപ്പെടെയുള്ളവര് വളരെ പുറകിലാണ്. അപ്പൊ മഹാപ്രഭു ഭയങ്കരമായിട്ടുള്ള എക്സ്റ്റസിയിലാണ്, തിരുനാമം ജപിച്ചുകൊണ്ട് സങ്കീർത്തനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ബോധവുമില്ലാതെ ആ ഭക്തിയിൽ തന്നെ മുഴുകി നടക്കുകയാണ്. അങ്ങനെ നടന്നു വരുമ്പോൾ കുറെ ആൾക്കാരെ കാണും, പശുക്കളെ മേയ്ക്കുന്ന ആൾക്കാരെ കാണും. അവരോട് ചോദിക്കും, ഇതല്ലേ വൃന്ദാവനത്തിലേക്കുള്ള വഴിയെന്ന്. അപ്പൊ അവര് പറയും, നിത്യാനന്ദ പ്രഭു പറഞ്ഞു കൊടുത്ത പോലെ അവര് പറയും, ഇതല്ല, ഈ വഴിയല്ല, ഇതാ ആ ശാന്തിപൂരിലേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടി അവര് പറയും, അതാണ് വൃന്ദാവനത്തിലേക്കുള്ള വഴിയെന്ന്. മഹാപ്രഭു ആ ഭക്തിയുടെ ഉന്മാദ അവസ്ഥയിലായ കാരണം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവര് കാണിച്ച വഴിയെ തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നടന്ന് ഗംഗാനദി കാണും. ഗംഗാനദി കാണുമ്പം യമുനാ നദിയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിലേക്ക് ചാടും. അതിലേക്ക് ചാടി
ആ ഉന്മാദാവസ്ഥയിലെ ഭഗവാന്റെ ലീലകളൊക്കെ സ്മരിച്ചുകൊണ്ട് യമുനയിൽ കുളിക്കുന്ന മാതിരി ഗംഗയിൽ കുളിക്കുക ചെയ്യുക. അപ്പൊ പൊങ്ങിക്കഴിഞ്ഞ തല ഉയർത്തി നോക്കുമ്പോ അദ്വൈതാചാര്യര് ബോട്ടിൽ വരുന്ന കാണും. അപ്പം അദ്വൈതാചാര്യര് നിത്യാനന്ദ പ്രഭു നേരത്തെ ഏൽപ്പിച്ചിരുന്നു. മഹാപ്രഭുവിനെ അറിയാം, നിത്യാനന്ദ പ്രഭുവിന് മഹാപ്രഭു എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പം മഹാപ്രഭുവിന് വേണ്ടുന്ന പുതിയ സന്യാസ വസ്ത്രവുമായിട്ട് വരണമെന്ന് ഏർപ്പാടാക്കിയിരുന്നു. അപ്പം അദ്വൈതാചാര്യര് ബോട്ടില് പുതിയ വസ്ത്രവുമായിട്ട് വരികയാണ്. അപ്പൊ അദ്വൈതാചാര്യരെ കണ്ടിട്ട് മഹാപ്രഭു ചോദിക്കും, അദ്വൈത അങ്ങ് എന്താണ് ഇവിടെ വൃന്ദാവനത്തിൽ അങ്ങേക്ക് എന്താണ് കാര്യം? അങ്ങയോട് ഞാൻ പറഞ്ഞത് ശാന്തിപൂരിൽ നിൽക്കണമെന്ന്, അങ്ങ് എന്തിനാണ് ഇവിടെ വന്നത് എന്ന്. അപ്പം അദ്വൈതാചാര്യര് പറയും, ഇപ്പൊ മനസ്സിലാകും അദ്വൈതാചാര്യർക്ക് നിത്യാനന്ദ പ്രഭു പറഞ്ഞു പറ്റിച്ചതാണ് മഹാപ്രഭുവിനെ എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേഗം പക്ഷെ അത് ഉള്ളിൽ ഒതുക്കിയിട്ട് പറയും, അങ്ങ് എവിടെയുണ്ടോ അവിടെയാണ് വൃന്ദാവനം, വേറെ വൃന്ദാവനത്തിൽ പോകേണ്ട ആവശ്യം എന്തെന്ന്. ഇത് കേൾക്കുമ്പോ മഹാപ്രഭുവിന് മനസ്സിലാകും എന്നെ നിത്യാനന്ദ പ്രഭു പറ്റിച്ചു. വേഗം കരക്കേറി അപ്പോഴേക്കും നിത്യാനന്ദ പ്രഭുവും കൂട്ടരും എല്ലാം അവിടെ എത്തും. മഹാപ്രഭു അവരോട് വഴക്കുണ്ടാക്കി വീണ്ടും മുൻപോട്ട് യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവാൻ എവിടെയുണ്ടോ നമുക്ക് വേറൊരു വൃന്ദാവനത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഒരു ഭക്തനുണ്ടെങ്കിൽ അവിടെ ഭഗവാനുണ്ട്. ആ ഭക്തൻ താമസിക്കുന്ന ഇടം വൃന്ദാവനവുമാണ്. അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദരൻ പറയുന്നത്. അപ്പം ഭഗവാനെ അങ്ങ് എവിടെയുണ്ടോ അവിടെ വൃന്ദാവനമാണ്. അത് ഏത് സ്ഥലത്തൊന്നില്ല. അതിനായിട്ട് നമ്മൾ വൃന്ദാവനത്തിൽ പോയെങ്കിലേ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനില്ല. ഭക്തന്മാർ എവിടെയുണ്ടോ ഭക്തന്മാരോടൊപ്പം ഭഗവാനും ഉണ്ടാകും. അവിടെ വൃന്ദാവനവുമാണ്. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത്? ഒരു നിമിഷം പോലും മുടങ്ങാതെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. സതതം കീർത്തേന്തോമ, ഭഗവാനെ സദാസമയവും കീർത്തിച്ചുകൊണ്ടിരിക്കുക. അതായത് സ്മർത്തവ്യം സതതം വിഷ്ണു വിസ്മർത്തവ്യം ന ജാതുചിത്. ഒരു നിമിഷം പോലും ഭഗവാനെ വിസ്മരിക്കാതെ നമ്മൾ കഴിച്ചു കൂട്ടുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഭക്തി യോഗികള് 5 തരത്തിലുണ്ട്. നമുക്കറിയാം 5 തരത്തിലുള്ള രസങ്ങളുണ്ട് ഇല്ലേ? ശാന്തം, ദാസ്യം, സഖ്യം, മാധുര്യം, വാത്സല്യ, പ്രേമം ഇല്ലേ? ഇങ്ങനെ 5 തരത്തിലാണ് ഭക്തന്മാരുള്ളത്. അപ്പൊ ഇതിലെ ഏത് ചോയ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഏത് രസവും വേണമെങ്കിലും നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കാം. പക്ഷെ മാധുര്യ രസം മാത്രം നമുക്ക് പറ്റില്ല. കാരണം അത് ഗോപികമാരുടെ തലത്തിലുള്ളവർക്കാണ് ആ രസം. അത് നമുക്ക് സാധിക്കില്ല. ബാക്കി 4 രസങ്ങളിലെ ഏത് രസത്തിൽ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ ആരാധിക്കാന് സാധിക്കും. അപ്പം ഏത് തരത്തിലായാലും നമ്മൾ ശുദ്ധഭക്തിയോടെ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളുടെ ആരാധന സ്വീകരിക്കും. അതിലെ യാതൊരു സംശയവുമില്ല. അപ്പൊ ശുദ്ധഭക്തന്മാർക്ക് ഒരു നിമിഷം പോലും ശ്രീകൃഷ്ണ ഭഗവാനെ മറന്ന് ജീവിക്കാന് സാധിക്കുകയില്ല. അപ്പം ഇതാണ് കൃഷ്ണാവബോധവും നമ്മളെ പഠിപ്പിക്കുന്നത്. നിരന്തരം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക, ഭഗവാന് സേവനം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർത്തും ഈ ജന്മം കൊണ്ട് തന്നെ ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. ഇനി അടുത്ത ശ്ലോകത്തില് അനന്യഭക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാമുപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം നാപ്നുവന്തി മഹാത്മാന സംസിദ്ധി പരമാം ഗത. അതായത് ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തിയോഗം കൊണ്ട് ഭഗവാനെ പ്രാപിച്ച മഹാത്മാക്കള് അവരെ സാക്ഷാത്കാരം നേടിയവരാണ്, പരിപൂർണത കൈവരിച്ചവരാണ്. അവർക്കതുകൊണ്ട് ഈ ഭൗതിക ലോകത്തിലേക്ക്, ദുഃഖാലയം അശാശ്വതമാകുന്ന ഈ ഭൗതിക ലോകത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ല എന്ന് ഭഗവാന് പറയുന്നുണ്ട്. അപ്പം ഒരു ഭക്തന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാനെ ആരാധിക്കുക. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് അസ്ഥിരമാണ് ഇല്ലേ? അശാശ്വതമാണ്. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? ദുഃഖങ്ങൾ മാത്രമാണ് കിട്ടുക ഇല്ലേ? ജനനം, വാർദ്ധക്യം, രോഗം, മരണം, ഇങ്ങനെ 4 തരത്തിലുള്ള ക്ലേശങ്ങൾ കൊണ്ട് നമുക്കിവിടെ ഈ ഭൗതിക ലോകത്തിൽ ഉഴറേണ്ടി വരുന്നു ഇല്ലേ? അതുകൂടാതെ വേറെ 3 തരത്തിലുള്ള ക്ലേശങ്ങൾ വേറെ, ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം. ഇതല്ലാണ്ട് ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല, ഒന്നും നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അഥവാ എന്തെങ്കിലും ഒരു നിമിഷം നേരത്തേക്ക് കിട്ടുന്ന ആനന്ദം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. അപ്പം ശ്രേഷ്ഠമായിട്ടുള്ള ലോകം എന്ന് പറയുന്നത് ഏതാണ്? ഭഗവാന്റെ ലോകമാണ്, ഭഗവാന്റെ ധാമം, അതായത് ഗോലോക വൃന്ദാവനം.
അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ലോകം എന്ന് പറയുന്നത്. അവിടെ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യ ആനന്ദം അനുഭവിക്കാന് സാധിക്കുകയുള്ളൂ. ആ ധാമത്തെയാണ് എന്ത് പറയുന്നത്? അവ്യക്തം, അക്ഷരം, പരമാം ഗതി എന്ന് പറയുന്നത് ഭഗവാന്റെ ഈ ഗോലോകധാമത്തെയാണ്. അത് നമുക്ക് കാണാൻ സാധിക്കില്ല, നമ്മളുടെ ഭൗതികമായ ദൃഷ്ടിക്ക് അത് കാണാൻ സാധിക്കില്ല. നമ്മളെ കൊണ്ട് ആ ഗോലോകത്തെ വിവരിക്കാനുള്ള നമുക്ക് അതിനുള്ള കഴിവുമില്ല. മഹാത്മാക്കളുടെ ലക്ഷ്യസ്ഥാനമാണ് ഈ ഗോലോകം എന്ന് പറയുന്നത്. അതായത് മഹാത്മാക്കള് അവര് സാക്ഷാത്കാരം സിദ്ധിച്ച ഭക്തന്മാരുടെ ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് അവരുടെ ജീവിതം അവരെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാന് സാധിക്കുകയുള്ളൂ. യാതൊരു തരത്തിലുള്ള ഭൗതിക കൽമഷങ്ങളും ഇല്ലാതെ, ഭൗതികമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെ ഭഗവാനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ആ ധാമം എന്ന് പറയുന്നത്. അവർക്ക് യാതൊരു തരത്തിലുള്ള മോഹങ്ങളും ഇല്ല. മറ്റു ഉപരിലോകങ്ങളിൽ പോകണമെന്നോ ഭുക്തി വേണമെന്നോ മുക്തി വേണമെന്നോ ഒന്നും അവർക്ക് ചിന്തയില്ല. അപ്പം അതാണ് ജീവിതത്തിന്റെ പരിപൂർണത എന്ന് പറയുന്നത്. അപ്പം വ്യക്തിഭാവത്തോടെ ഭഗവാനെ ഭജിക്കുന്നവർ, അതാണ് ഇവിടെ അനന്യ ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഏത് ഗോലോകധാമം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തില് നമ്മൾ എന്തെങ്കിലും നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ജീവിതത്തിലെ ഭഗവാനെ കൂടി നമ്മളെ കൂട്ടിച്ചേർക്കണം. ഭഗവാനെ നമ്മളുടെ ജീവിതത്തോട് ചേർത്തില്ലെങ്കിലോ എല്ലാം വട്ടപൂജ്യമാവും, ബിഗ് സീറോയാകും. നമ്മളുടെ കഷ്ടപ്പാടിന് ഒരു ഫലവും നമുക്ക് കിട്ടില്ല. അപ്പൊ എന്തെങ്കിലും പ്രയോജനം വേണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ കൂട്ടിച്ചേർത്ത് നമ്മള് മുന്നോട്ട് പോകുക. അടുത്ത ശ്ലോകത്തിലും ഇത് തന്നെയാണ്, ഭഗവാന്റെ ആ ഗോലോകധാമത്തെയാണ് വർണ്ണിക്കുന്നത്. ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോ അർജുന മാമുപേത്യത് കൗന്ദേയ പുനർജന്മന വിദ്യത്തെ. എന്റെ ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞാല് പിന്നീട് ഈ ഭൗതിക ലോകത്തിലേക്കെന്നല്ല ഒരു ലോകത്തിലേക്ക് ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവില്ല അർജുന എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. അതായത് ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ലോകം ഏതാണ്? ബ്രഹ്മലോകം, ഇല്ലേ? ബ്രഹ്മാവ് താമസിക്കുന്ന ഇടം, അതായത് സത്യലോകം ആണ് ഏറ്റവും ഉയർന്നത്. അവിടെ മുതല് താഴേക്കൊണ്ട് 14 ലോകങ്ങളുണ്ട്, ഇല്ലേ? അപ്പം ഈ 14 ലോകങ്ങളിൽ എവിടെ ചെന്നാലും ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട് ഉഴറേണ്ടി വരും. ഇതിൽ നിന്ന് ഒരിക്കലും നമുക്ക് മോചനം കിട്ടില്ല. അപ്പൊ ഇതെല്ലാം ദുരിതപൂർണമായിട്ടുള്ള സ്ഥലങ്ങളാണ്. താഴേക്ക് പോയാലും മുകളിലേക്ക് പോയാലും അവസ്ഥ ഇത് തന്നെ. പക്ഷേ ഭഗവാൻ പറയുന്നുണ്ട്, എന്റെ പരമപദത്തിൽ എത്തിയവനാകട്ടെ പിന്നീട് ജന്മം എടുക്കേണ്ടി വരില്ല, ഒരു കാരണവശാലും തിരിച്ച് ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഭഗവാന്റെ എന്തെല്ലാം യോഗ പരിശീലിച്ചാലും ഭഗവാന്റെ ധാമത്തിൽ എത്തണമെങ്കിൽ എന്ത് വേണം? കൃഷ്ണാവബോധം അല്ലെങ്കിൽ ഭക്തിയോഗമാകുന്ന യോഗം പരിശീലിച്ചെങ്കിൽ മാത്രമേ ആ പരിപൂർണത കൈവരിക്കാന് സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ഇവിടെ എടുത്ത് നമ്മളോട് പറയുന്നുണ്ട്. എല്ലാ ഭൗതിക ലോകങ്ങളൊക്കെ ഉത്കൃഷ്ടമാണ്. പക്ഷേ ദേവന്മാരുടെ ഉപരിലോകങ്ങളിൽ പോയാല് സ്വർഗലോകം പോലുള്ളതൊക്കെ ദേവന്മാരുടെ ലോകങ്ങളാണ്. പക്ഷെ അവരെല്ലാം തന്നെ, ബ്രഹ്മാവ് പോലും, അത് നമുക്ക് പോകെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബ്രഹ്മാവ് പോലും ജനന മരണത്തിൽ നിന്ന് മുക്തനല്ല. അപ്പൊ പിന്നെ നമ്മളുടെ കാര്യം എന്ത് പറയാനാണ്, ഇല്ലേ? അപ്പം ആ സത്യലോകത്തിൽ എത്തിയാൽ പോലും മരണമുണ്ട്. അവിടെ നിന്ന് നമുക്ക് വീണ്ടും ഈ ജന്മമൃത്യു ജരാവ്യാധിയാകുന്ന ആ ചക്രത്തിൽപ്പെട്ട് ഉഴറേണ്ടി വരും. അതുകൊണ്ട് ബ്രഹ്മലോകം, ഇന്ദ്രലോകം, ചന്ദ്രലോകം എന്നീ ഉന്നത പദങ്ങളിൽ നിന്ന് ജീവാത്മാക്കൾ ഭൂമിയിലേക്ക് വരേണ്ടി വരും. കാരണം ഓരോ നിമിഷം കഴിയും തോറും പുണ്യം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. ഈ ഭൂമിയിലേക്ക് ഏത് രൂപത്തിൽ വരുമെന്നറിയില്ല. മഴയോടൊപ്പം വെള്ളമായിട്ട് ഭൂമിയിൽ പതിക്കും, പിന്നീട് ഔഷധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും സസ്യമായിട്ട് അത് പിന്നീട് ധാന്യത്തിൽ കൂടി മനുഷ്യന്റെ രക്തത്തിൽ കലരും, പിന്നീട് രേതസ്സായിട്ട് ഏതെങ്കിലും യോനിയിൽപ്പെട്ട്, അത് ഇന്ന യോനിയെന്നില്ല, മനുഷ്യ യോനിയിൽ തന്നെ ജനിക്കണമെന്നില്ല, ഏതെങ്കിലും യോനിയിൽപ്പെട്ട് പിന്നെയും ഈ ജന്മമൃത്യു ജരാവ്യാധിയാകുന്ന ചക്രത്തിൽപ്പെട്ട് ഉഴറേണ്ടി വരുന്നുണ്ട്. അപ്പം ആ ഭഗവാന്റെ ധാമത്തിലേക്ക്, അപ്പം നമുക്കറിയാം ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ദുഃഖമാണ്, ദുഃഖാലയമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ദുഃഖാലയമാകുന്ന അശാശ്വതമാകുന്ന ഈ ഭൗതിക ലോകം ഉപേക്ഷിച്ചിട്ട് ഭഗവാന്റെ ധാമത്തിൽ എത്തിപ്പെടാൻ നമ്മൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം.
ഇവിടെ ശ്രീല പ്രഭുപാദര് പറയുന്നുണ്ട്, പഞ്ചാഗ്നി വിദ്യ എന്ന യജ്ഞം അനുഷ്ഠിച്ച് മനുഷ്യന് ബ്രഹ്മലോകത്തിൽ എത്താൻ കഴിയും. പക്ഷെ അവിടെ വെച്ചിട്ടും കൃഷ്ണാവബോധം പരിശീലിച്ചില്ലെങ്കിൽ വീണ്ടും ഈ താഴേക്ക് തന്നെ വരേണ്ടി വരും. അപ്പൊ ഏത് ലോകങ്ങളിൽ ചെന്നാലും അവിടെ കൃഷ്ണാവബോധം പരിശീലിച്ച് ഓരോ ലോകം കടന്ന് അവസാനം എവിടെ എത്തണം? ഭഗവാന്റെ ധാമത്തിൽ എത്താനുള്ള വഴി നോക്കണം. അതിൽ എളുപ്പമല്ലേ ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നു കൊണ്ട് കൃഷ്ണാവബോധം പരിശീലിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എവിടെ എത്താൻ സാധിക്കും? ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ഈ 14 ലോകങ്ങളും കടക്കേണ്ട ഒരാവശ്യവുമില്ല. ഇവിടെ ശ്രീധരസ്വാമിയുടെ ആ ടീക്കായിൽ പറയുന്നുണ്ട്, ഭൗതിക പ്രപഞ്ചത്തിന്റെ നാശത്തില് ബ്രഹ്മാവും സദാ കൃഷ്ണാവബോധ നിരതരായ തന്റെ ഭക്തന്മാരും ആധ്യാത്മിക പ്രപഞ്ചത്തിലുള്ള തങ്ങളുടെ സവിശേഷ ഗ്രഹങ്ങളിൽ ഇഷ്ടാനുസരണം ചെന്നു ചേരുന്നു. പക്ഷെ അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും കൃഷ്ണാവബോധം പരിശീലിച്ച് ഓരോ ലോകങ്ങളും മുകളിലേക്ക് കടന്ന് അവസാനം ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേർന്നില്ല എങ്കിൽ ഇങ്ങനെ ഉപരിലോകങ്ങളിൽ പോയതുകൊണ്ടും ഒരു ഗുണവും കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ബ്രഹ്മനെ ആരാധിച്ചാലും മോചനമില്ല. മറ്റു ദേവീദേവന്മാരാരും ശാശ്വതരല്ല. അവർക്കൊക്കെ ആയുസ്സുണ്ട്. അവരുടെ ആയുസ്സിന്റെ ഇത്ര കാലം അവർക്കും ഉണ്ട് കണക്ക്. അത് കഴിഞ്ഞാൽ അവർക്കെല്ലാം തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള ആ മനുഷ്യരും ഈ ദേവീദേവന്മാരെ ആരാധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഏത് ലോകത്തിലെത്തിയാലും ബ്രഹ്മലോകത്തിലെത്തിയാലും നമുക്ക് തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് കൃഷ്ണാവബോധം പരിശീലിച്ച് നമ്മൾ ഭഗവാന്റെ ധാമത്തില് എത്തിച്ചേരാൻ നമ്മൾ പരിശ്രമിക്കണം. സഹസ്രയുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദുർ രാത്രിയും യുഗ സഹസ്രാന്താം തേ അഹോരാത്ര വിദോജനാഹ. അപ്പം ഇവിടെ ബ്രഹ്മാവിന്റെ ആയുസ്സിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. ഈ ശ്ലോകത്തില് അടുത്ത ശ്ലോകങ്ങളില് ഒക്കെ 2-3 ശ്ലോകങ്ങളില് ബ്രഹ്മാവിന്റെ ആയുസ്സിനെ കുറിച്ചിട്ടാണ്, ബ്രഹ്മാവിന്റെ ആ ലോകത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ കണക്ക് വെച്ചിട്ട് ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു ദിവസം എന്ന് പറയുന്നത് രാത്രിയുണ്ട് പകലുണ്ട് ഇല്ല, ഇത് ചേർന്നതാണ് ഒരു ദിവസം. അതേപോലെ ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നതും രാത്രിയും പകലും ചേർന്നതാണ്. പക്ഷെ നമ്മളെ പോലെ ഒരു രാത്രിയും ഒരു പകലും ആ കണക്കിന് വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അവിടെ ബ്രഹ്മാവിന്റെ ഒരു പകൽ എന്ന് പറയുന്നത് 1000 യുഗമാണ്. അതുപോലെ ബ്രഹ്മാവിന്റെ ഒരു രാത്രി എന്ന് പറയുന്നതും 1000 യുഗമാണ്. അപ്പം ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് കുറച്ചു കാലത്തേക്കേ ഉള്ളൂ ഈ ഭൗതിക ലോകം. അതേപോലെ അത് കൽപ്പത്തെ അനുസരിച്ചിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കൽപ്പത്തിന്റെ ഇടയില് 4 യുഗങ്ങള്, അതായത് ഒരു യുഗം എന്ന് പറയുന്നത് നമുക്കറിയാം ചതുരയുഗം എന്ന് പറഞ്ഞാൽ 4 യുഗങ്ങളാണ്. അങ്ങനെ 1000 യുഗങ്ങള്, സോറി ഈ 1000 യുഗങ്ങള്, 4 യുഗം 1000 തവണ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ 1000 യുഗം. ഒരു പകൽ എന്ന് പറയുന്നത് 1000 യുഗം. അതേപോലെ ഒരു രാത്രി എന്ന് പറയുന്നതും 1000 യുഗം. പക്ഷെ ഇത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇത്രയും ഉണ്ടോ എന്ന് ചോദിക്കും, ഇല്ലേ? പക്ഷെ ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞുകൂടും. ഈ 1000 യുഗങ്ങളുടെ പകലും 1000 യുഗം എന്ന് പറയുന്ന രാത്രി നമ്മൾ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ഇത് കടന്നുപോയി കഴിയും. അപ്പം ഇവിടെ ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തില് പ്രഭുപാദര് ഓരോ യുഗത്തിന്റെയും സവിശേഷതകളും ഓരോ യുഗത്തിന്റെയും കാലയളവും പറയുന്നുണ്ട്. കൃതയുഗം, അതായത് സത്യയുഗം എന്ന് പറയുന്ന ഒന്ന് സത്യം, ധർമ്മം, ജ്ഞാനം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങളെല്ലാം സത്യത്തിലും ധർമ്മത്തിലും അടിയുറച്ച് ജീവിക്കുന്നവരായിരുന്നു, വിശ്വസിക്കുന്നവരായിരുന്നു. അതുപോലെ എല്ലാം അവർക്കും ജ്ഞാനം ഉണ്ടായിരുന്നു, ഭഗവത് ജ്ഞാനം ഉണ്ടായിരുന്നു. ഈ യുഗം എന്ന് പറയുന്നത് 17,28,000 വർഷം ആണ് ഇതിന്റെ, അതായത് കലിയുഗത്തിന്റെ വർഷത്തിനെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണോ അത്രയുമാണ്. ത്രേതായുഗം എന്ന് പറയുമ്പോൾ ത്രേതായുഗത്തിലെ അധർമ്മം കുറേശ്ശെ ഉണ്ടായി തുടങ്ങി. ഈ ത്രേതായുഗത്തിലെ 12,96,000 വർഷങ്ങളാണ്. ദ്വാപര യുഗം എന്ന് പറയുന്നത് ധർമ്മവും സത്യവും കുറേശ്ശെയായിട്ട് കുറഞ്ഞു വന്നു. പിന്നീട് കലിയുഗം, അതായത് ദ്വാപര യുഗം 8,64,000, കലിയുഗം എന്ന് പറയുന്നത് 4,32,000. ഇപ്പൊ 5,000 ശിഷ്ടം വർഷങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാതായിരിക്കുന്നു, അല്ലെ? അനീതി, അധർമ്മം, അതുപോലെ തന്നെ കാലാവസ്ഥ, ഇതെല്ലാം വളരെ വളരെ മാറി വരികയാണ്. അപ്പൊ ഇനി അങ്ങോട്ട് കിടക്കുന്നു 4,27,000 വർഷം. നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല
ഇത്രയും നാൾ എങ്ങനെ ഇവിടെ കഴിച്ചു കൂട്ടുന്നു. അപ്പം കലിയുഗ മൂർധന്യത്തിൽ എത്തുമ്പോൾ ഭഗവാൻ സ്വയം കൽക്കിയായിട്ട് അവതരിച്ചിട്ട് അന്ന് അവശേഷിക്കുന്നവരെ നിഗ്രഹിക്കുക, തന്റെ ഭക്തന്മാരെ രക്ഷിക്കുകയും ചെയ്യും. പിന്നീട് എല്ലാം പ്രളയത്തിൽ വന്ന, അതായത് ഈ ചൂട് കൂടി ഈ സൃഷ്ടി തന്നെ അഗ്നിക്കിരയായിട്ട് പിന്നീട് ആ ചൂട് കൊണ്ട് മഴയുണ്ടാവും, പിന്നീടെല്ലാം പ്രളയത്തിലാണ്ട് കിടക്കും. അങ്ങനെ കുറെ നാൾ അങ്ങനെ കിടന്നിട്ട് വീണ്ടും സത്യയുഗം ആരംഭിക്കുകയായി. പിന്നീട് പഴയപടി സൃഷ്ടി ആരംഭിക്കുകയായി. അന്ന് അവശേഷിച്ചിട്ടുള്ള ജീവാത്മാക്കളെ, ഔഷധികളെ ഇതെല്ലാം പുനർജനിക്കുകയായി. അവരവരുടെ കർമ്മഫലം അനുസരിച്ചിട്ട് വീണ്ടും പുനർജന്മം ഉണ്ടാകും. ഇങ്ങനെയാണ് സൃഷ്ടിയുടെ ചക്രം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ 1000 തവണ ആവർത്തിക്കുന്ന ചതുർയുഗങ്ങളാണ് ബ്രഹ്മാവിന്റെ ഒരു പകല്, അതുപോലെ അത്രയും തന്നെ രാത്രി. ഇങ്ങനെ 100 വർഷമാണ് ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 100 വർഷം, അതായത് 1000 ചതുർയുഗങ്ങള്, പകല് 1000 ചതുർയുഗം, രാത്രി കഴിയുമ്പോൾ ബ്രഹ്മാവിന്റെ ആയുസ് കഴിയും. അപ്പോൾ ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത് എത്രയാണ്? 3,11,40,000 കോടി വർഷങ്ങളാണ് ബ്രഹ്മാവിന്റെ ആയുസ് എന്ന് പറയുന്നത്. നമുക്ക് ചിന്തിച്ചാല് ഇത്രയും കൂടുതലാണോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതൊക്കെ കണ്ണടച്ചു തുറക്കുന്ന പോലെ, അതായത് ഇവിടെ ഉദാഹരണം പ്രഭുപാദര് പറയുന്നുണ്ട്, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കുമിളകളെ പോലെ അത് ഒരു നിമിഷം കൊണ്ട് ഇത് കഴിഞ്ഞു പോകും. കുമിളകൾ ഒരു നിമിഷമേ അതിന് ആയുസുള്ളൂ, അപ്പോഴേക്കും അത് പൊട്ടിപ്പോകും. അതേപോലെയാണ് ബ്രഹ്മാവിന്റെ ആയുസ്. ഒരു നിമിഷം കൊണ്ട് ബ്രഹ്മാവിന്റെ ആയുസ് കഴിയും. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും ആയുസ്സുള്ള ബ്രഹ്മാവിന് പോലും ജനന മരണങ്ങള്, വാർദ്ധക്യങ്ങള്, രോഗങ്ങളിൽ നിന്ന് മോചനമില്ല. അപ്പോൾ പക്ഷെ ആ ബ്രഹ്മാവും എന്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്? ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഭഗവാന്റെ സേവനത്തില് ഏർപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബ്രഹ്മാവിന് എന്ത് കിട്ടും? മുക്തി കിട്ടും. അതുപോലെ ഈ ഭൗതിക ലോകത്തിലുള്ള ശ്രേഷ്ഠരായിട്ടുള്ള സന്യാസിമാർക്ക്, അതായത് വൈഷ്ണവ സന്യാസിമാർക്കും അവർക്കും അവരുടെ ആ സാധന അനുസരിച്ച് ചിലപ്പോൾ ബ്രഹ്മലോകത്തിലേക്ക് അവരും ഉയരാറുണ്ട്. പക്ഷെ അവിടെ ഇരുന്നും കൊണ്ട് അവര് കൃഷ്ണാവബോധം പരിശീലിച്ചില്ല എങ്കിൽ അവർക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മള് ഈ കാണുന്നതെല്ലാം തന്നെ ഏത് ലോകങ്ങളിൽ പോയാലും അവരെല്ലാം ജന്മമൃത്യു ജരാവ്യാധിയുടെ ചക്രത്തിന്റെ കീഴിലാണ്. അവർക്കാർക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാന് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ദേവി ദേവന്മാരെ നമ്മൾ ആരാധിച്ചിട്ട് എന്താണ് ഗുണം? ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഉള്ള സമയം കൊണ്ട് നമ്മൾ ഭഗവാനെ ആരാധിച്ച് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മദിനത്തിന്റെ ആരംഭത്തില്, അതായത് ബ്രഹ്മാവിന്റെ പകലില് എല്ലാം വീണ്ടും സൃഷ്ടി. ഇപ്പൊ സംഹാരത്തെ കുറിച്ച് പറഞ്ഞു ഇല്ലേ? സംഹാരം കഴിഞ്ഞിട്ട് പ്രളയം വരും, അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതെല്ലാം സൃഷ്ടി പുനരാരംഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവ്യക്തതയിൽ നിന്നെല്ലാം പ്രത്യക്ഷീഭവിക്കും. പിന്നെ രാത്രിയാകുമ്പോൾ ബ്രഹ്മാവിന്റെ രാത്രി സമയത്ത് വീണ്ടും സംഹാരം നടക്കും. അപ്പൊ ഇതെല്ലാം വീണ്ടും അവ്യക്തതയില് എത്തിച്ചേരും. അപ്പൊ ബ്രഹ്മാവിന്റെ പകലില് സൃഷ്ടി നടക്കുന്നുണ്ട്, രാത്രിയില് സംഹാരവും നടക്കുന്നുണ്ട്. അപ്പം ഈ ഭൗതിക ലോകം വിട്ടുപോകാൻ ഇഷ്ടമില്ലാത്തവർക്കോ, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അവരുടെ പുണ്യം അനുസരിച്ചിട്ട് ഉപരിലോകങ്ങളിൽ പോകേണ്ടി വന്നാലും അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ആ പുണ്യം ക്ഷയിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഭൗതിക ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരുന്നു. അപ്പൊ പകൽ സമയത്ത് ഭൗതിക കർമ്മങ്ങൾക്ക് വേണ്ടുന്ന വിധത്തില് പലതരത്തിലുള്ള ശരീരങ്ങള് ഈ ജീവാത്മാക്കൾക്ക് കിട്ടുന്നു. പക്ഷെ രാത്രി സമയത്ത് സംഹാരം നടക്കുമ്പോൾ വീണ്ടും ഇതെല്ലാം അവ്യക്തതയില് പെടുകയാണ് ചെയ്യുക. അതായത് വിഷ്ണുവിന്റെ ശരീരത്തിൽ ഉൾപോവുകയാണ് ചെയ്യുന്നത്. അന്തിമ നിമിഷം നമുക്കറിയാം, കാരണവശായി വിഷ്ണുവിൽ നിന്നാണ് ഈ ബ്രഹ്മാണ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സംഹാര സമയത്ത് ഇതെല്ലാം കാരണവശായി വിഷ്ണുവില് ഉൾപോവുകയാണ് ചെയ്യുന്നത്. അടുത്ത സൃഷ്ടി വരെ ജീവാത്മാക്കളെ, ഔഷധികളെ, വിത്തുകളെ ഇതെല്ലാം തന്നെ കാരണവശായി വിഷ്ണുവിന്റെ ശരീരത്തില് ഉൾപോകുന്നു. പിന്നീട് ബ്രഹ്മദിനം ആരംഭിക്കുന്നത് പോലെ ഭൂത്വാ പ്രലീയതേ, വീണ്ടും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ സൃഷ്ടിയും സംഹാരങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ജീവാത്മാക്കൾക്കും ജനന മരണമാകുന്ന ചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഒരു അവസാനം ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുമ്പോൾ
സംഹാരം നടക്കും. പിന്നെ വീണ്ടും സൃഷ്ടി വരുമ്പോ വീണ്ടും ഇതേപോലെ തന്നെ ജനിക്കുക മരിക്കുക ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ആകർഷണ വലയത്തിൽപ്പെട്ട് ജീവാത്മാക്കള് ഉഴറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ കൃഷ്ണാവബോധം തിരഞ്ഞെടുത്ത് പുനർജന്മത്തിന് ഇടവരുത്താതെ ഭഗവാന്റെ ധാമത്തില് എത്തിച്ചേരാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ബ്രഹ്മാവിന്റെ പകലില് സൃഷ്ടി നടക്കുന്നുണ്ട്, രാത്രിയില് സംഹാരവും നടക്കുന്നുണ്ട്. അപ്പം ഭൗതിക ലോകം എത്ര താൽക്കാലികമാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൽ നമുക്ക് അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമ്മളെന്താ ഞാന് എന്റേതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനാണ് ഇതിനെല്ലാത്തിനും ഉടമസ്ഥൻ, ഞാനാണ്, എനിക്ക് കാറുണ്ട്, ബംഗ്ലാവുണ്ട്, കനത്ത ബാങ്ക് ബാലൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു നിമിഷത്തേക്കേ ഉള്ളൂ. ഇതെല്ലാം വിട്ട് നമുക്ക് പോകേണ്ടി വരും, ഇല്ലേ? അതായത് നമുക്ക് പ്രളയം വരുമെന്ന് നമ്മൾ പറഞ്ഞു. പ്രളയം 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഭാഗിക പ്രളയമുണ്ട്, പിന്നെ സമ്പൂർണ്ണ പ്രളയവുമുണ്ട്. ബ്രഹ്മാവിന്റെ പകൽ അവസാനിച്ചിട്ട് രാത്രി തുടങ്ങുമ്പോൾ സംഭവിക്കുന്നത്, ആ രാത്രി തുടങ്ങുന്ന സമയത്താണ് ഭാഗിക പ്രളയം എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കി വിഷ്ണുവിന്റെ ശരീരത്തിൽ അവശേഷിക്കുന്ന ജീവാത്മാക്കളെ, ഔഷധികളെ ഇതെല്ലാം വിഷ്ണുവിന്റെ ശരീരത്തില് ഉൾപോകുമെന്ന് നമ്മൾ മനസ്സിലാക്കി, ഇല്ലേ? പലതരത്തിലുള്ള സെൻസ് ഒബ്ജക്റ്റ്, സെൻസ് ഇതെല്ലാം തന്നെ വിഷ്ണുവില് ലയിക്കുന്നു. ഇതാണ് ഭാഗിക പ്രളയം. പിന്നീട് അടുത്ത സൃഷ്ടിയാകുമ്പോ ഇതെല്ലാം വീണ്ടും പുറത്തേക്ക് വരുന്നു. അപ്പം ബ്രഹ്മാവിന്റെ പകലില് പുനർസൃഷ്ടിയാണ്, ബ്രഹ്മാവിന്റെ രാത്രിയില് സംഹാരവുമാണ്. അപ്പം അവനവന്റെ കർമ്മവാസനയ്ക്കനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ ജന്മങ്ങള് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് 14 ലോകങ്ങളാണ്. അതിൽ ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്, ഇല്ലേ? ഇതിന് മുകളിലും ഉണ്ട് ലോകങ്ങള്, താഴെയുമുണ്ട് ലോകങ്ങള്. അപ്പം ഇതെല്ലാം തന്നെ ഇപ്പൊ നമുക്കറിയാം ഈ ചൂട് കൂടി 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 വന്ന അവസാനം ഇതെല്ലാം അഗ്നിക്ക് ഇരയാവുക, എല്ലാം കത്തിച്ചാമ്പലാകും. പിന്നീട് ആ ചൂട് കൊണ്ടും മഴയുണ്ടാവും എന്നാണ് പറയുന്നത്. അതും കൊടുങ്കാറ്റും പേമാരിയുമാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ആ പ്രളയത്തിൽപ്പെട്ട് പോവുകയാണ് ചെയ്യുക. ഒന്നും കാണാൻ പറ്റാത്ത വിധം, അതായത് ആകാശത്തോളം ഉയരത്തില് വെള്ളം തിങ്ങി നിറയുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം സ്വർഗലോകത്തിന് മുകളില് 4 ലോകങ്ങളുണ്ട്, ഇല്ലേ? അപ്പം ആ പ്രളയത്തില് സ്വർഗലോകത്തിന് മുകളിലുള്ള 4 ലോകങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം വെള്ളത്തിന്റെ അടിയിലാകും. താഴെയുള്ളതും ആ 4 ലോകങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം വെള്ളത്തിനടിയിലാകും. ഇതാണ് ഭാഗിക പ്രളയം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ പ്രളയം എന്ന് പറയുമ്പോൾ ഒന്നുമേ ബാക്കി ഉണ്ടാവില്ല. ഈ 14 ലോകങ്ങളും വെള്ളം കയറും, അഗ്നിക്കിരയായി എല്ലാം കത്തിച്ചാമ്പലാവും. പിന്നീട് എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൂടി നശിപ്പിക്കാനായിട്ട് പ്രളയം ഉണ്ടാവും. അപ്പം ഈ 14 ലോകങ്ങളും വെള്ളത്തിൽ മുങ്ങി അങ്ങനെ കുറെ നാള് കിടക്കും. ഇതാണ് സമ്പൂർണ്ണ പ്രളയം എന്ന് പറയുന്നത്. ഭാഗിക പ്രളയത്തിലെ 4 ലോകങ്ങൾ, അതായത് ബ്രഹ്മലോകമൊക്കെ അവശേഷിക്കും. 4 ലോകങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പ്രളയത്തിലാവും. അതാണ് ഭാഗിക പ്രളയം എന്ന് പറയുന്നത്. പക്ഷെ അവസാനം ബ്രഹ്മാവിന്റെ ആയുസ് കഴിയുമ്പോൾ എല്ലാം തന്നെ പ്രളയത്തിൽപ്പെടും, ബ്രഹ്മലോകവും നശിക്കും. അതായത് 14 ലോകങ്ങളും കത്തിച്ചാമ്പലാകുന്നു. പിന്നീട് ശക്തമായിട്ടുള്ള മഴയുണ്ടായി ഈ 14 ലോകങ്ങളും വെള്ളത്തിലാണ്ട് അങ്ങനെ കുറെ നാള് കിടക്കും. ഇതെല്ലാം പ്രധാനെ കുറിച്ച് നമ്മൾ ആദ്യം സൃഷ്ടിയെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പ്രധാനെ കുറിച്ച് പറഞ്ഞതാണ്. ആ പ്രധാനില് ഇതെല്ലാം ലയിക്കുന്നു. ജീവാത്മാക്കള് വിഷ്ണുവില്ല, കാരണോദ്ദേശായ വിഷ്ണുവില് ലയിക്കുന്നു. അപ്പൊ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾക്ക് ഇവിടെ അഹങ്കരിക്കാൻ എന്താണുള്ളത്? ഒന്നുമേ ഇല്ല. നീർക്കോളകളെ പോലെയാണ് നമ്മളുടെ ജീവിതം, ഏത് നിമിഷവും അവസാനിക്കാം. അതുകൊണ്ട് ആര് എന്റേത് അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആർക്കും അഹങ്കരിക്കാനായിട്ട് ഒന്നുമേ ഇല്ല. ഒക്കെ ഭഗവാൻ തീരുമാനിക്കുന്ന പോലെയാണ് നടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്ന പോലെ ഈ ഭൗതിക ലോകം ഒരു ടോയ്ലറ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീല പ്രഭുപാദരുടെ ഗുരു ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്ന ഈ ഭൗതിക ലോകം ഒരു ടോയ്ലറ്റ് ആണ്. എത്രയും വേഗം നമ്മളുടെ കടമകൾ ചെയ്യുക, എത്രയും പെട്ടെന്ന് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് ചെല്ലാനുള്ള, തിരിച്ച് എത്താനുള്ള വഴി നോക്കുക. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ജീവാത്മാക്കള് അതാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഒന്നിനും മത്സരിക്കേണ്ട ആവശ്യമില്ല, അഹങ്കരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം ഒരു
നിമിഷ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ശാശ്വതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഭക്തിയോഗത്തിൽ കൂടി കൃഷ്ണാവബോധത്തിൽ കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. എത്രയും പെട്ടെന്ന് നമ്മളുടെ ആ സ്വരൂപ സിദ്ധി കൈവരിക്കുക. നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ് എന്നുള്ള ആ ഐഡന്റിറ്റി നമ്മൾ തിരിച്ചെടുത്ത് ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരാൻ നമ്മൾ പരിശ്രമിക്കുക. ഇതാണ് മനുഷ്യ ജീവിതം, അതിനായിട്ട് തന്നിരിക്കുന്നതാണ് എന്ന് മനുഷ്യ ജീവിതത്തിന്റെ വില മനസ്സിലാക്കി ഇത് അമൂല്യമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ തിരിച്ചു പോകുക. അതാണ് ഓരോ മനുഷ്യനും അതിനായിട്ടാണ് ജീവിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും എന്ന് ഇവിടെ ഭഗവാൻ വീണ്ടും വീണ്ടും നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്കും അതീതമായിട്ട് സനാതനമായിട്ടുള്ള മറ്റൊരു വ്യക്തഭാവമുണ്ട്. അത് ഭഗവാന്റെ ധാമം. ആ സമുത്കൃഷ്ടമായിട്ടുള്ള അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും ആ ഭഗവാന്റെ ധാമം, എല്ലാം സൃഷ്ടികളെല്ലാം നശിക്കും, നശിച്ചാലും ഭഗവാന്റെ ധാമം മാത്രം നശിക്കാതെ എന്നെന്നും നിലകൊള്ളുന്നുണ്ട്. ബാക്കിയെല്ലാം പോകും, ബാക്കിയെല്ലാം പ്രളയത്തിൽപ്പെടും. പക്ഷെ ഭഗവാന്റെ ധാമമായിട്ടുള്ള ഗോലോക വൃന്ദാവനം മാത്രം എന്നെന്നും ഉണ്ടായിരിക്കും. അപ്പം ഭഗവാന്റെ ആത്മീയ ശക്തി എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്, സനാതനമാണ്. ഭൗതികമായിട്ടുള്ള ഒന്നിനും ഒരു പരിണാമങ്ങൾക്കും മാറ്റങ്ങൾക്കും അതിനെ മാറ്റിമറിക്കാന് സാധിക്കില്ല. ഇനി അടുത്ത ശ്ലോകത്തിലെ ഭഗവാന്റെ ധാമത്തെ കുറിച്ചാണ് പറയുന്നത്. അവ്യക്തോ അക്ഷര ഇത്യുക്ത സ്തമാഹോ പരമാം ഗതി യം പ്രാപ്യന നിവർത്തന്റെ തദ്ധാമ പരമം മമ. അപ്പൊ എവിടെ ചെന്നാലാണോ നമുക്ക് തിരിച്ചു വരവില്ലാത്തത് അതാണ് ഭഗവാന്റെ ധാമം എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം 15-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യത് ഗത്വാ ന നിവർത്തന്റെ തദ്ധാമ പരമം മമ. അതായത് വേദാന്തികൾ അവ്യക്തമെന്നും അക്ഷയമെന്നും വിശേഷിപ്പിക്കുന്നതും പരമമായ പ്രാപ്യസ്ഥാനം എന്നറിയപ്പെടുന്നതും ഒരിക്കൽ എത്തിച്ചേർന്നാൽ പിന്നെ മടങ്ങി വരേണ്ടതില്ലാത്തതുമാണ് ഭഗവാന്റെ ആ പരമധാമം എന്ന് പറയുന്നത്. നമുക്കറിയാം ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ ധാമത്തെ വിവരിക്കുന്നത് ബ്രഹ്മസംഹിതയിലാണ്, ഇല്ലേ? ചിന്താമണി ധാമം. ചിന്താമണി പ്രകര സത്മസ്തു കൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശത സംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അതായത് ഭഗവാന്റെ ധാമം എന്തുകൊണ്ട് നിർമ്മിതമാണ്? ചിന്താമണി കല്ലുകൾ കൊണ്ട് നിർമ്മിതമാണ്. അവിടെ വെളിച്ചത്തിന് ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ സോളാർ എനർജിയോ ഒന്നുമേ വേണ്ട, ഇൻവെർട്ടറും വേണ്ട, ജനറേറ്ററും വേണ്ട, ഒന്നും വേണ്ട. അവിടുത്തെ ഇൻവെർട്ടറും ജനറേറ്ററും ഒക്കെ ആരാണ്? ഭഗവാനാണ്. ഭഗവാന്റെ ശരീരത്തിലെ പ്രകാശമാണ് ആ ഗോലോകധാമത്തിലെ വെളിച്ചം പകരുന്നത്. അത് ഈ കല്ലുകളില് അടിച്ചിട്ട് ആ കല്ലുകളുടെ തിളക്കം അത് പ്രതിഫലിക്കുന്നതാണ് ഗോലോകത്തിലെ വെളിച്ചമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഗോലോക വൃന്ദാവനമാണ് ഭഗവാന്റെ ശ്രേഷ്ഠമായിട്ടുള്ള വാസസ്ഥാനം. അതെങ്ങനെയാണ്? അവിടെ കൽപ്പവൃക്ഷങ്ങൾ ധാരാളമുണ്ട്. കൽപ്പവൃക്ഷങ്ങളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ആ വൃക്ഷങ്ങള് നമുക്ക് തരും. ഭക്ഷ്യസാധനങ്ങൾ ആഗ്രഹിച്ചാൽ ഭക്ഷ്യസാധനങ്ങള് കിട്ടും. അതുപോലെ തന്നെ സുരഭി പശുക്കൾ, ഒരിക്കലും പാൽ വറ്റാത്ത സുരഭി പശുക്കള് ധാരാളമുണ്ട്. ഈ ധാമത്തിലാണ് ലക്ഷ്മി സഹസ്രശത സംഭ്രമ സേവ്യമാനം. കോടിക്കണക്കിന് ലക്ഷ്മിമാരാണ് അവിടെ ഭഗവാനെ സേവിക്കാനായിട്ട് ഉള്ളത്. അപ്പം എല്ലാത്തിന്റെയും കാരണമായിട്ടുള്ള ആ ഗോവിന്ദൻ വാഴുന്ന ധാമമാണ് ഏത്? ഈ ഗോലോകധാമം എന്ന് പറയുന്നത്. വേണും കൊണന്തം അരവിന്ദ ദളായതാക്ഷം ബർഹാവദംസമസ്യദാംബുദ സുന്ദരാംഗം കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. അങ്ങനെയുള്ള ഗോലോകധാമത്തിലെ ഓടക്കുഴൽ ഊതിക്കൊണ്ട് ഭഗവാൻ ഇങ്ങനെ അവിടെ വസിക്കുകയാണ് ചെയ്യുന്നത്, രാധാറാണിയുമൊത്ത്. അപ്പൊ ആ ഗോലോകമായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. പക്ഷെ അവിടെ എത്തണമെങ്കിൽ നമുക്ക് അത്ര വേഗമൊന്നും എത്തിച്ചേരാന് സാധിക്കില്ല. അതിന് ഭഗവാനെ നമ്മള് നിഷ്കാമ ഭക്തി പരിശീലിച്ച് അതിലൂടെ ഭക്തിയുടെ സേവനം ചെയ്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ ധാമത്തിൽ എത്തിച്ചേരാന് സാധിക്കുകയുള്ളൂ. ആ ഗോലോകധാമത്തെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ട് ഒന്നുമേ ഇല്ല. അതേപോലെ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ലോകം വേറെ
ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഭഗവാന്റെ ആ ഓടക്കുഴലൂതി നിൽക്കുന്ന ഭഗവാന്റെ അതീന്ദ്രിയ രൂപത്തെ കാട്ടിലും ശ്രേഷ്ഠമായിട്ട് ഒന്നിനെയും ആകർഷിക്കുന്നതായിട്ട് ഈ ലോകങ്ങളില് ഒന്നുമേ കാണാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഭഗവാന്റെ കണ്ണുകൾ എങ്ങനെയാണ്? താമരയുടെ ഇതളുകൾ പോലെയാണ് ഭഗവാന്റെ കണ്ണുകൾ. അതുപോലെ തന്നെ ഭഗവാന്റെ ശരീരമാണെങ്കിലോ കാർമേഘത്തിന്റെ നിറമാണ്. 1000 കാമദേവന്മാരുടെ സൗന്ദര്യത്തെ അതിശയിപ്പിക്കുന്നതാണ് ഭഗവാന്റെ അംഗലാവണ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ ആ പട്ടുവസ്ത്രം എന്ന് പറയുന്നത് മഞ്ഞ പട്ടാണ് ഭഗവാന് ഏറ്റവും പ്രിയമുള്ളത്. കഴുത്തില് പൂമാല ധരിച്ചിട്ടുണ്ട്, ശിരസില് മയിൽപീലിയുമുണ്ട്. ഇതാണ് ഭഗവാന്റെ അലങ്കാരങ്ങൾ. അപ്പൊ ഈ രൂപത്തെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന് സേവനം ചെയ്യുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുക. അപ്പം ആധ്യാത്മിക പ്രപഞ്ചത്തിലെ അത്യുത്കൃഷ്ടവും ശ്രേഷ്ഠവുമായിട്ടുള്ള ഭഗവാന്റെ സ്വധാമമാണ് ഗോലോകം. ഇതൊരു ചെറിയ സൂചന മാത്രമേ നമുക്ക് ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് കിട്ടുന്നുള്ളൂ. ബ്രഹ്മസംഹിതയിലെ വിവരിച്ചിട്ട് ഓരോ ശ്ലോകങ്ങളിലും വർണ്ണിക്കുന്നുണ്ട് ഭഗവാന്റെ ധാമത്തെ കുറിച്ച്. അപ്പൊ അതായിരിക്കണം നമ്മളുടെ ലക്ഷ്യം. ആത്യന്തിക പ്രാപ്യസ്ഥാനം എന്ന് പറയുന്നത് ഭഗവാന്റെ ആ ധാമം. അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥലം വേറെയില്ല. ആ പരമപദത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. ഭഗവാനും ഭഗവാന്റെ ധാമവും തമ്മിൽ, അതായത് ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ വ്യത്യാസമില്ലാത്തതുപോലെ ഭഗവാനും ഭഗവാന്റെ ധാമവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതിന്റെ ഒരു എന്താ പറയുന്ന ഒരു പതിപ്പ് മാത്രമാണ് നമ്മളുടെ ഈ ഭൗമ വൃന്ദാവനം. ഈ ഭൗതിക ലോകത്തിലുള്ള വൃന്ദാവനം അതിന്റെ ഒരു പതിപ്പ് മാത്രമാണ്. പക്ഷെ അതിനുമുണ്ട് അതീന്ദ്രിയമായിട്ടുള്ള ശ്രേഷ്ഠത ഈ ഭൗതിക ലോകത്തിലുള്ള വൃന്ദാവനത്തിലുണ്ട്. കാരണം അവിടെ ഭഗവാൻ അവതരിച്ച മണ്ണാണ്, ഭഗവാൻ ഓടിക്കളിച്ച മണ്ണാണ്. അതിന്റെ ശ്രേഷ്ഠത ഒരിക്കലും നഷ്ടപ്പെടില്ല. പക്ഷെ ഇതിലും എത്രയോ മടങ്ങ് ശ്രേഷ്ഠമുള്ളതാണ് ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത്. അപ്പൊ ആ ഗോലോക ധാമത്തിൽ എത്താനായിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അപ്പം ഭഗവാന് 2 തരത്തിലുള്ള ശക്തിയുണ്ട്. ഭൗതിക ശക്തിയുമുണ്ട്, ആധ്യാത്മിക ശക്തിയുമുണ്ട്. അപ്പം അതിലെ ഭഗവാന്റെ ആ അധമ ശക്തിയാണ് നമ്മൾ ജീവാത്മാക്കൾ. ഭഗവാന്റെ ശ്രേഷ്ഠ ശക്തിയാണ്. പക്ഷേ ശ്രേഷ്ഠരായിട്ടുള്ള ജീവാത്മാക്കൾ എന്താ ചെയ്യുന്നത്? ഭഗവാന്റെ അധമ ശക്തിയെ, അതായത് ഭൗതിക ശക്തിയെ ചൂഷണം ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ തടസ്ഥ ശക്തി എന്ന് പറയുന്നത്. അതായത് ഭഗവാന്റെ അന്തരംഗ ശക്തിക്കും ബഹിരംഗ ശക്തിക്കും ഇടയിലാണ് തടസ്ഥ ശക്തി. നമുക്ക് ചോയ്സ് ആണ്, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. അന്തരംഗ ശക്തി പറയുമ്പോൾ രാധാറാണിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ധാമത്തിലെത്താം. ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് മായയാണ്. മായയെ ആശ്രയിച്ചാൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ ഇടയിൽ പെട്ടതുകൊണ്ടാണ് നമ്മളെ തടസ്ഥ ശക്തിയായിട്ട് ജീവാത്മാക്കളെ കണക്കാക്കുന്നത്. ഭൗതികത വേണോ ആധ്യാത്മികത വേണോ, നമുക്ക് ചോയ്സ് നമുക്കാണ്. ഭഗവാൻ നമുക്ക് ഇട്ടു തന്നിരിക്കുകയാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾ സ്വീകരിച്ചോളൂ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ജന്മം എന്ന് പറയുന്നത്. ആത്മീയ ലോകത്തിന് ഒരിക്കലും നാശമില്ല. അവിടെ സൃഷ്ടിയും സംഹാരവും ഒന്നുമേ അവിടെ നടക്കുന്നില്ല. അതായത് സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത് ത്രിപാദ വിഭൂതിയാണ്. സൃഷ്ടിയുടെ 4/3 ഭാഗവും ആധ്യാത്മിക ലോകമാണ്. അത് ഏകപാദ വിഭൂതി, അതായത് 4/1 മാത്രമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അതിന്റെ ഒരു മൂലയിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമേ ഇല്ല. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. അതിന്റെ ഒരു മൂലക്കിരിക്കുന്ന നമ്മള് ഇതിന്റെ 4/3 ഭാഗവും ആധ്യാത്മിക ലോകങ്ങളാണ്, ഇല്ലേ? അപ്പൊ കൂടുതലും എവിടെയാണ്? ആധ്യാത്മിക ലോകത്തിൽ. അപ്പൊ നമ്മൾ ഇതിൽ അഹങ്കരിക്കാതെ എത്രയും പെട്ടെന്ന് ആധ്യാത്മിക ലോകത്തിൽ എത്തിച്ചേരാനുള്ള വഴി നമ്മൾ നോക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭാഗവതത്തില് മനോഹരമായിട്ടുള്ള ഒരു വർണ്ണനയുണ്ട്. ബർഹാപീഠം നട്ടവരവപിഠം എന്ന് പറയുന്ന ഒരു ശ്ലോകം. അതിൽ ഭഗവാന്റെ അതിമനോഹരമായിട്ട് ഭഗവാനെ വർണ്ണിച്ചിട്ടുണ്ട്. അതായത് ഭഗവാന്റെ മുടിക്കെട്ടില് മനോഹരങ്ങളായിട്ടുള്ള ആ മയിൽപീലി തിരികെ കെട്ടിവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ശരീരം നല്ല മെയ്വഴക്കമാണ്. ഭഗവാൻ ഏറ്റവും വലിയ നർത്തകനാണ്. ഭഗവാന് രാധാറാണിയും നൃത്തം ചെയ്തിട്ട് ഭഗവാനാണ് വിജയിക്കുക. അവസാനം രാധാറാണിക്ക് ദേഷ്യം വരും. രാധാറാണിക്ക് ദേഷ്യം വന്നു കഴിയുമ്പോൾ ഭഗവാൻ അത് രാധാറാണി ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയാണ്. അവിടെ തോൽവി സമ്മതിക്കും. പക്ഷെ ഭഗവാനെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലും ഇല്ല.
2 മൈലുകളായിട്ട് നൃത്തം വെക്കുന്നുണ്ട് വൃന്ദാവനത്തിൽ. ആ സ്ഥലം ഇപ്പോഴും ഉണ്ട് അവിടെ. അതിസുന്ദരമായ നല്ല മെയ്വഴക്കമുള്ള ശരീരമാണ്. ഭഗവാൻ അതിവിദഗ്ധമായിട്ട് നൃത്തം ചെയ്യും. ഭഗവാന്റെ കാതിലാണെങ്കിലോ നല്ല മഞ്ഞ പൂക്കള് തിരികെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തിളങ്ങുന്ന മഞ്ഞപ്പട്ടാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. വൈജയന്തിമാല ധരിച്ചിട്ടുണ്ട്, ഓടക്കുഴലുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ ചുറ്റും നിന്ന് ഗോപസമൂഹങ്ങള് ഭഗവാനെ പാടി സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ആരാധിച്ച ഭഗവാനെ ഭക്തിയുടെ സേവനം ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ദുഃഖാലയം അശാശ്വതമാകുന്ന ഭൗതിക ലോകത്തിൽ നിന്നും ആത്മീയ ലോകത്തിലേക്ക്, ആധ്യാത്മിക ലോകത്തിൽ എത്താനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. ഹരേ കൃഷ്ണ. ഇനി ബാക്കി ശ്ലോകങ്ങള് അടുത്ത ക്ലാസ്സിൽ. ഇനി 6 ശ്ലോകങ്ങളേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഹരേ കൃഷ്ണ.